ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഫിഷ് മാംഗോ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കലേ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയും നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇത് മൂന്നാണ് കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ, അതായത് 2-ാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓൾറെഡി ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 2-ാം പാലും 1-ാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് 2-ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് മാങ്ങയൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആവോലിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയം നമുക്കിതിലേക്ക് കുറച്ചുകൂടി കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക. അതായത് 2-ാം പാൽ നമ്മൾ നേരത്തെ ഒഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടാവില്ല, അതിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതാ നമ്മളുടെ ഫിഷൊക്കെ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള 1-ാം പാലുണ്ടല്ലോ, കട്ടിയുള്ള തേങ്ങാപ്പാൽ, അത് നമുക്ക് മൊത്തത്തിൽ ഈ സമയം നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ 2-ാം പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരുപാട് ടൈം ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വരുമ്പം തന്നെ, അതായത് ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തിള വരുമ്പം തന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട്. ഈ സമയം തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മാംഗോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.